നമസ്കാരം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2026 മെയ് 16 CJP ആരംഭിച്ചു. തൊഴിൽ രഹിത ഇന്ത്യൻ യുവാക്കളെ കോടതി പരിഹസിച്ചതാണ് ഈ ഒരു കൂട്ടായ്മ ഉണ്ടാകാൻ കാരണമായി തീർന്നത്. അഭിജിത്ത് ദീപക് മിശ്രയാണ് ഇത് ആരംഭിച്ചത്. എന്തിനാണ് തൊഴിലില്ലായ്മയും ക്രമക്കേടുകൾക്കുമെതിരെ രൂപം കൊണ്ട ഒരു ഡിജിറ്റൽ കൂട്ടായ്മ. ദേശീയതലത്തിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് 13 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. തുടർന്ന് വാങ്ചുവിന്റെ നിരാകരവും കോക്രോച്ച് പാർട്ടിയുടെ പ്രക്ഷോഭവും ആരംഭിച്ചു. അതിനെ തുടർന്ന് ഇന്ത്യൻ പ്രതിപക്ഷ പാർട്ടികൾ അവരുമായി അണിചേർന്നു. ദിവസങ്ങൾ പിന്നിടുന്ന ഈ സമരത്തെ കേന്ദ്രം അടിച്ചമർത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്താ മാധ്യമങ്ങളിലെ വീഡിയോകളും ചിത്രങ്ങളും. അതിദാരുണമായ രീതിയിൽ പോലീസിനെ കൊണ്ടും CRPനെ കൊണ്ടും മാത്രമല്ല RSS ഗുണ്ടകളെ നെയിം പ്ലേറ്റ് പോലും ഇല്ലാത്ത പോലീസുകാരെന്ന രൂപത്തിൽ കൊണ്ടുവന്ന് വിദ്യാർത്ഥികളെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ വീഡിയോയെ കണ്ടുകൊണ്ടിരുന്നത്. പോലീസിനെയും CRPFനെയും ഇറക്കിക്കൊണ്ട് നമ്മൾ രാജ്യത്തിന്റെ ഭരണഘടന അനുസരണമായി പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ അടിച്ചമർത്തുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. അത് ഫാസിസമാണ്. ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഫാസിസമാണ്. ജനാധിപത്യം മരിക്കുമ്പോൾ ഫാസിസം വളരുകയാണ് നമ്മുടെ ഇന്ത്യയിൽ. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നത് ഒട്ടനവധി കാര്യങ്ങളാണ്. മരിച്ച വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുക, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്രൻ രാജിവെക്കുക, മാത്രമല്ല അറസ്റ്റിലായ സകല വിദ്യാർത്ഥികളെയും കേസെടുക്കാതെ അവരെ പുറത്തുവിടുക. ഒട്ടനവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ഇപ്പോഴും സമരത്തിലാണ്. ആ സമരത്തെ രാജ്യത്തിന്റെ ഭരണഘടന അനുസരണ പ്രകാരം കേന്ദ്രം ഭരിക്കുന്നു എന്ന് പറയുന്ന നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന കാര്യമാണ്. പോലീസിനെ കൊണ്ടും CRPനെ കൊണ്ടും അനധികൃതമായി വിദ്യാർത്ഥികളെ അടിച്ചമർത്തുന്ന രീതിയാണ്. ജനാധിപത്യത്തെ ഫാസിസം അടിച്ചമർത്തുമ്പോൾ ജനാധിപത്യം ശക്തിപ്പെടുത്തുകയും ഫാസിസം തകർപ്പെടുകയും ചെയ്യണം. കാരണം നമ്മൾ രാജ്യമാകുന്ന ഇന്ത്യ, ആ ഇന്ത്യ എന്ന് പറയുന്ന നമ്മളുടെ ജനാധിപത്യ രാജ്യം നിലനിൽക്കണമെങ്കിൽ ഭരണഘടന പറയുന്ന നിയമങ്ങളും ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യണം. അംബേദ്കറിന്റെ ഇന്ത്യയാണ്, ഗാന്ധിജിയുടെ ഇന്ത്യയാണ്. അതൊരു ഫാസിസ ഇന്ത്യയായി മാറ്റാൻ വിദ്യാർത്ഥികളോ ഇന്ത്യക്കാരോ അനുവദിക്കുകയില്ല. ഇന്ത്യയിലെ സകല ജനങ്ങളും അവരുടെ സമരത്തിൽ അണിചേരുന്നു. ഫേസ്ബുക്കും യൂട്യൂബിൽ കൂടി സംസാരിക്കുന്ന ഞാനും വിദ്യാർത്ഥി സമരങ്ങളെ അനുകൂലിക്കുകയും ഐക്യദാർഢ്യവും ചെയ്തുകൊള്ളുന്നു. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, വാർത്താ മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ തൂണെന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ആ മാധ്യമങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയല്ല, ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി പണവും വാങ്ങി ഒത്താശ ചെയ്ത് കള്ളങ്ങൾ വിളിച്ചു പറഞ്ഞാൽ സംഭവിക്കുന്നത് ഇതായിരിക്കും. ജനം തെരുവിലവരെ നേരിടും. കേരളത്തിലും ഇങ്ങനെ കുറെ മാധ്യമങ്ങളുണ്ട്. മാധ്യമം ധർമ്മം നിർവഹിക്കാതെ അധർമ്മം നിർവഹിക്കുന്ന മാധ്യമങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മുടെ മുമ്പിൽ വീഡിയോ ഉണ്ട്, കാണുക. അധർമ്മം നിർവഹിക്കാനല്ല, ധർമ്മവും നീതിയും നിഷ്പക്ഷതയും നിർവഹിക്കാൻ വേണ്ടിയാണ് മാധ്യമങ്ങൾ ആക്കിയിരിക്കുന്നത്. ജനാധിപത്യത്തിന്റെ 4ാം തൂണായ മാധ്യമം നിങ്ങൾ നിയമം ലംഘിച്ചാൽ നിങ്ങളെ നേരിടാൻ ഇവിടുത്തെ ജനാധിപത്യ പ്രബുദ്ധരായ ഇന്ത്യക്കാർക്ക് കഴിയും. അതിന് തെളിവാണ് ഈ വീഡിയോ കാണുക. എല്ലാവിധ ഐക്യദാർഢ്യവും സമരത്തിന് പ്രഖ്യാപിക്കുന്നു. ഗോഡ് ബ്ലസ് യു. Video!